നമസ്കാരം. നയന ക്രിയേഷൻസിൽ നിന്ന് അടിപൊളിയൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചേമ്പാണ് എടുത്തേക്കുന്നത്. ഇത് ഇന്ന് ഇവിടെ പറിച്ചെടുത്ത ചേമ്പാണ്. ഇതിൽ നല്ല മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചേമ്പ് നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പകുതി സവാള, 2 പച്ചമുളക്, കറിവേപ്പിലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചേമ്പ് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ചേമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇത് കൈകൊണ്ടൊന്നിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു കിട്ടും. ഇത് കുറച്ച് ചൂടുള്ളപ്പോൾ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഈ ചേമ്പ് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇത് ചേമ്പ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 പച്ചമുളകാണ്, പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഈ കൂട്ടിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ജീരകം നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് ഇവിടെ ജീരകം പൊടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ജീരകം പൊട്ടാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചിട്ട് എടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഒരു 1/4 കിലോ ചേമ്പാണുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കണത്. ഇതിപ്പോൾ വറുത്ത പൊടിയായാലും കുഴപ്പമില്ല, വറുക്കാത്ത പൊടിയായാലും കുഴപ്പമില്ല. പുട്ടിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടി എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഈ കൂട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ റവ ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതിയാവും. അത് അവസാനം കുഴച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ, മറക്കാണ്ടേ. അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ കൂട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഉപ്പും മുളകൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി കയ്യിൽ എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ആക്കിയതിന് ശേഷം ഈ കൂട്ട് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയെന്നേ ഉള്ളൂ. ഇതേ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ വെള്ളവും എണ്ണയൊന്നും ആക്കാണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ കയ്യിലൊക്കെ കുറച്ച് ഒട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള മാവ് ഇതേപോലെ ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ അത് കയ്യിൽ ഒട്ടും ഒട്ടിയിട്ടൊന്നുമില്ല, നല്ലതായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ കൂട്ട് മുഴുവനായിട്ടും ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലൊരു 2-3 പേർക്കൊക്കെ കഴിക്കാൻ ഇത്രയും ഉണ്ടാക്കിയാൽ മതിയാവും. ഇപ്പോൾ ഇതാ കൂട്ട് മുഴുവനും ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 ട്രയാങ്കിൾ ഷേപ്പും 5 ഇതേപോലെ വട്ടത്തിലുള്ള ഷേപ്പുമാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട ഉടനെ ഇളക്കരുത്, പതുക്കെ നോക്കി വേണം ഇളക്കാൻ, ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഇതൊരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട്
ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതേപോലെ ഗോൾഡൻ കളറായിട്ട് എടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഒരു 3-4 മിനിറ്റ് എടുക്കും ഇതിങ്ങനെ ആയി കിട്ടാൻ. ഇപ്പോൾ ഇതാ വട നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ചേമ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, എണ്ണ ഒഴിച്ചത് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും എണ്ണ മതിയാവും. ബാക്കിയുള്ള വടയും ഇതേപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് അടിപൊളി ചേമ്പ് വട റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ ചേമ്പൊക്കെ നല്ലോണം കിട്ടുന്ന സമയമായതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതിന് ഉണ്ടാക്കാൻ അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.